ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചോറിൻ്റെയൊക്കെ കൂടെ അല്ല ചപ്പാത്തിയോടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി തേങ്ങാപ്പാൽ കറിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇപ്പം ഞാനൊരു 4 തക്കാളി, 2 സവോള, 3 പച്ചമുളക്, അപ്പോൾ ഇതൊക്കെ വെച്ചാണ് നമ്മളത് ചെയ്യുന്നത്. ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. പഴുത്ത തക്കാളി നോക്കി എടുക്കുക. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 2 സവോള, ഇതേപോലെ ചെറിയ കട്ടകളായിട്ട് അരിഞ്ഞെടുക്കുക. പച്ചമുളക് 2ആയിട്ടൊന്ന് മുറിച്ച് വെക്കുക. ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചതിന് ശേഷം നമ്മൾ അടുപ്പൊന്ന് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ചീനിച്ചട്ടി കൊണ്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പാത്രം ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ നെയ്യാണ് ഇതിനകത്ത് ഇടുന്നത് കേട്ടോ. ഒരു 2 ടീസ്പൂൺ അളവിൽ നല്ല നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ഓയിലോ അതുപോലെ വെളിച്ചെണ്ണ ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള ചേർക്കാം. നെയ്യാകുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പം നെയ്യൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്ന് റെഡിയാക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഒരു നുള്ളു ഉലുവ കൂടണ്ട കേട്ടോ. ഒരു നുള്ളിട്ടാൽ മതി. ഇതേപോലെ ഉലുവയൊക്കെ ഇതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് നല്ല ജീരകം, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉലുവയും ജീരകമൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്കും ഈ അരച്ച് വെച്ചിരിക്കുന്ന സവോള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ പച്ചമുളകും ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കും. കൂട്ടത്തിൽ 2 തണ്ട് കറിവേപ്പിലയും അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി അപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ സവോളയൊക്കെ തേണ്ടേ നന്നായിട്ടൊന്ന് വാടി വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യമേ വേണ്ടത് മുളക് പൊടിയാണ്. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാവുള്ളൂ. ഒരു 1.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ്. ഇനി വേണ്ട മല്ലിപ്പൊടിയാണ്. ഒരു 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ഒന്ന് ഇളക്കി കൊടുക്കും. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കറിയാമല്ലോ ഇതിൻ്റെയൊക്കെ ഒരു പച്ചച്ചോയൊന്ന് മാറണം കേട്ടോ. അപ്പോൾ ഈ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നല്ലൊരു മണം വരുമല്ലോ, ഏതാ പൊടികളുടെ ആ ഒരു മണം വരുമ്പോഴത്തേക്കും അതാ മൂത്തതിൻ്റെ മണമാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇനി ഈ തക്കാളിയും കൂടെ അങ്ങോട്ട് ഇട്ടു. തീ ഇനി ഒന്ന് അല്പം കൂട്ടി വെക്കട്ടെ. ഇനി നമുക്ക് ഈ തക്കാളിയും കൂടെ കൂട്ടി ഈ മസാല എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഒരു 1-2 മിനിറ്റ് ഇതിൻ്റെ അകത്ത് കിടന്ന് നല്ലപോലെ വഴറ്റിയെടുക്കും. ഒഴിച്ചിരിക്കുന്ന നെയ്യ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ അല്പം ഒഴിച്ചു കൊടുത്തോണം കേട്ടോ. നന്നായിട്ട് ഒന്ന് ഇളക്കി ഈ തക്കാളി ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കും. ഇതേപോലെ 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കും. 1 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഇന്നിവിടെ നിന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് അടച്ചു വെക്കുകയാണ്. ഒരല്പസമയം ഇരിക്കട്ടെ. തക്കാളി ചെറുതായിട്ടൊന്ന് വെന്തുടയണം. അത്ര സമയം ഒന്ന് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കാര്യം ആ തക്കാളി ഒന്ന് ഉടയാൻ വേണ്ടി വെച്ചിരുന്നതാണ്. ഒന്ന് ഉടഞ്ഞ് കാണും. നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ അതേണ്ടേ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് വെന്ത് വരുന്നതിന് ശേഷം വേണം നമുക്ക് അല്പം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇത് ഒരു തേങ്ങയുടെ പാലാണ്, 1-ാം പാലേ എടുത്തിട്ടുള്ളൂ. ഇത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാനത് പിഴിഞ്ഞ് വെച്ച ശേഷം കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പോരാഴിക്കുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ്. അല്ല കട്ടിക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും.
ഇപ്പം ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ട്, ഇത് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഒരല്പം മല്ലിയിലയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിട്ട് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങ് തിളച്ച് പോകണ്ട, ഒരു ചെറിയ തിള വരുമ്പോഴത്തേക്കും ആ സമയത്ത് അടുപ്പ് നിർത്താവുള്ളൂ. ഇപ്പം എന്തായിട്ട് ഇതുണ്ടോ, ഇതേപോലെ ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്കും അടുപ്പങ്ങ് നിർത്താം. ഇപ്പം നന്നായിട്ടൊന്ന് ഇളക്കി. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഒരുപാട് ഐറ്റങ്ങളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് താളിക്കൊന്നും വേണ്ട കേട്ടോ. 2-3 തക്കാളി ഉണ്ടെങ്കിൽ ഇച്ചിരി തേങ്ങാപ്പാലും ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒരു നാടൻ കറി വെക്കാം. നല്ല ടേസ്റ്റായിട്ട് ഈ ചപ്പാത്തിക്കോ അല്ലെങ്കിൽ ചോറിൻ്റെയോ ഏതെങ്കിലും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നല്ല രുചികരമായ നല്ല അടിപൊളി തക്കാളി തേങ്ങാപ്പാൽ കറി ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.